അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇതേപോലാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അതായത് കയറൊക്കെ ദാ മൊത്തത്തിൽ തവിട് പൊടിയായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഈ കാണുന്നത് നമ്മളൊരു 3 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഓർക്കിഡ് പ്ലാന്റ്, ഒരു ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അന്ന് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നത് കുറച്ച് ചെതലൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്നുകൂടെ സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പം അന്നും കുറച്ച് ചെതൽ അതിൽ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഒത്തിരി നാൾ നിൽക്കത്തില്ല, ചെതലുണ്ടെങ്കിൽ അത് മാറ്റി നടണം, ഇത് ഭയങ്കര ഫൂളിഷായിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ശരിയാണെന്നറിയാം, പക്ഷേ എന്നാലും നമ്മളുടെ കയ്യിൽ അപ്പോൾ അവൈലബിളായിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇതേപോലാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അതായത് കയറൊക്കെ ദാ മൊത്തത്തിൽ തവിട് പൊടിയായിട്ടുണ്ട്. ചെതൽ മൊത്തത്തിൽ കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ട് ഇതിൽ. പക്ഷേ എന്നാലും ഇതിൻ്റെ ചെടി ഓർക്കിഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ മൊട്ട് വരെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നല്ല പച്ചപ്പും ഉണ്ട്. അപ്പോൾ ഇതിനി മാറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും മാറ്റിയില്ലെങ്കിൽ ഓർക്കിഡും കൂടെ നശിച്ചു പോവും. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അത് മാറ്റാനുള്ള പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട്. ഇതിനെയും പോവാതെ ശ്രദ്ധിച്ചെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഒരുപാട് ഇതാ കണ്ടോ, നല്ല രീതിക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും വേരിന് സംഭവിക്കാതാണ് എടുത്തിരിക്കുന്നത്. കുറേയൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ ചകിരി ഇങ്ങനെ ഇതുപോലെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി പുതിയ ടവർ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം ഗൈസ്. ഇതാണ്ട് ഈ കാണുന്നത് നമ്മൾ ഓൾറെഡി ഇത് വെച്ചിരുന്ന പൈപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കയറ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അതിങ്ങനെ ഫുള്ള് ചുറ്റി കൊടുക്കുവേ. പിണ്ണാക്കുള്ളത്തിൻ്റെ ഗുണമാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. നോക്ക് എന്തോരം വേരാന്ന്. വേര് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ നല്ല പച്ചപ്പുണ്ട്, കിളിർപ്പ് നന്നായിട്ട് വരുന്നുണ്ട്. ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ടില്ലായിരുന്നല്ലേ, രണ്ടാമത് പിന്നെ വളർന്നു വന്നതാണ്. സോ ഗൈസ്, ദാണ്ട ഇതിങ്ങനെ നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്ക്, അതിലെ മണ്ണ് മൊത്തം കളഞ്ഞു കേട്ടോ. നമ്മൾ ഇന്നിത് സിമെൻറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മണ്ണിട്ട് ചുമ്മാ വെക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ, പിന്നെ പാറപ്പൊടി, സിമെൻറ്റ് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മളിത് ഇനിയും ഈ ചട്ടിയിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. മണ്ണൊന്നും ഇടുന്നില്ല, ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. ഓർക്കിഡ് നമ്മൾ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് സെറ്റായതിന് ശേഷം മാത്രമാണ് നമുക്കിത് സെറ്റാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക്
അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇത് എടുക്കുന്നത്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ വെള്ളത്തിൽ നിന്ന് നമ്മളുടെ ഓർക്കിഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പഴയതിൽ വെച്ചിരുന്ന ആ കയറിൻ്റെ കുറേയൊക്കെ പോർഷൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വേര് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പം അതിന് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം ചെടി വാടിപ്പോകാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ആ കയറും കൂടി ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ചെതലിൻ്റെ ഇതൊന്നും ഇല്ല. നമ്മൾ നന്നായിട്ട് അത് വെള്ളത്തിൽ മുക്കി കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കയറിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇച്ചിരി ഭംഗിക്കുറവുണ്ടെങ്കിലും അവസാനം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ടവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഇത് നന്നായിട്ട് വളർന്ന് വരുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് ഭംഗിക്കുറവുണ്ടെങ്കിലും നമ്മൾ ചെതലെല്ലാം മാറ്റി നല്ല ഹെൽത്തി ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടവർ ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.